ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ രാവിലെ തന്നെയാണ് നല്ല മഴ കാലാവസ്ഥ, ഒരു തണുത്ത കാലാവസ്ഥ. രാവിലെ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു, മഴയിപ്പം ചെറുങ്ങനെ അങ്ങനെ ഇങ്ങ് വന്ന് നോക്കുമ്പോ മൊത്തം മഴയെല്ലായിട്ട് ഇതന്നെയാണ്. ഇവിടെ വന്നിട്ടാവുമ്പോ എല്ലാവർക്കും ഒരു തണുപ്പിന്റെ എല്ലാ ചായ ആയിപ്പോയിന്. അതെ, എനിക്ക് തണുപ്പ് പിടിച്ച്, വാവക്കും തണുപ്പ് പിടിച്ച്. അപ്പൊ രാവിലെ തന്നെ ഇവനിപ്പോ എനിക്കുന്നുള്ളിടക്ക് ചായം കടീന്റെ പരിപാടിയെല്ലാം നോക്കണല്ലോ. അപ്പൊ അങ്ങനെയെല്ലാം കൂടി അങ്ങനെ ചായം കടീന് ദോശയും സമ്മന്തിയാന്നെല്ലാം ആയിന്. അപ്പൊ ഇവനെ ഇനിയിപ്പോ എണീച്ച പിന്നെ ഇവന്റെ ബാക്കിൽ നടക്കണം. അപ്പൊ ഇവനെ ഒന്ന് ഇന്ന് കാണിക്കാനും പോണം, തണുപ്പെല്ലാം പിടിച്ചതല്ലേ, അപ്പൊ കാണിക്കാനും പോണം. അപ്പൊ ഇപ്പൊ തണുപ്പ് പിടിച്ചത് കൊണ്ട് ഇവന് 3.5 മാസത്തെ ഒരു പോളിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിപ്പോ ഇത് മാറിയാലേ എടുത്തു വിടും. അതുകൊണ്ട് അത് അങ്ങനെ മാറാൻ വേണ്ടി ഇതാക്കാലാണ്, ഒന്ന് കാണിക്കണം. മാറിനു ഇപ്പൊ ആദ്യം ഇതായത് ഇപ്പത്തെ ഈ തണുപ്പിന്റെ അതായിരിക്കും. രാവിലെ ആടുന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നേരത്തേക്കൊക്കെ കൊണ്ട് മാമി കുട്ടീനെ പിടിച്ചേക്കുന്നു. പിന്നെ സ്കൂൾ കുട്ടികളല്ലേ, അപ്പൊ പിന്നെ ഇവിടെ വരും സ്കൂളിന്റെ വിശേഷങ്ങൾ അതിലേക്കൂടെ നടക്കുന്നുണ്ട്. ട്രയൽ അലോട്ട്മെന്റ് വന്നു, അതില് മയിൽ തന്നെയാ കൊടുത്തിന്, മയിൽ കിട്ടിയിട്ടുണ്ട് ട്രയലില്. ഇനിയിപ്പോ ഫസ്റ്റ് അലോട്ട്മെന്റ് 2-ാം തീയതി പറഞ്ഞേ, അത് വരും. അങ്ങനെ ഇപ്പൊ പോണം. ഇനിയിപ്പോ സ്കൂൾ ഓർക്കലും കാര്യങ്ങളും തിരക്കായിട്ടുണ്ട്. അപ്പൊ ഇനി സ്കൂളിൽ പോകേണ്ട സാധനങ്ങൾ പഠിക്കണം, ബുക്കും പഠിക്കണം, എല്ലാം പഠിക്കണം. അതുപോലെ ഇന്ന് നമ്മള് വേറൊരു സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അവിടെ പോകേണ്ട കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കാനും കൂടി പോണം. അതെ, അപ്പൊ അതിന്റെ എല്ലാം തിരക്കിലാണ്. അപ്പൊ നമ്മള് ഈ പ്രാവശ്യം മഴ പെയ്തതില് നമ്മൾ അങ്ങ് പോയിട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങ് വരുമ്പോഴത്തേക്കെല്ലാം നല്ല മഴയാകുമ്പോഴത്തേക്ക് നമ്മളെ ഈ മതിലെല്ലാം അത് ഇടിഞ്ഞിട്ടുണ്ട്. അതെ, അങ്ങനെ ഒരുവിധം ഇടിയുന്ന മതിലല്ല, പക്ഷെ ആ മഴേന്റെ പവർ കൊണ്ട് അത് വെച്ചാല് ഈ വെള്ളമില്ലേ അവിടെ സൈഡിലാണ് വീഴുന്നത്. അപ്പൊ നമ്മൾ കടലാസെല്ലാം ഇവിടെ എടുത്ത് വെച്ചിനേനു. അപ്പൊ പോകുന്ന ഇതില് നമ്മള് ഇടാൻ അതെ, മഴ എന്ന് പറഞ്ഞാ വിരലും പോലും മഴയുടെ കാര്യം അങ്ങനെ തന്നെ. മഴ തുടങ്ങിയേ ഉള്ളൂ, കാണുന്നില്ലേ നമ്മളെ കെട്ടലിടിഞ്ഞു. നമ്മളെ മതിലപ്പുറം ഇടിഞ്ഞിട്ടാളെ ഇത് ഇടിഞ്ഞതിന്റെ കൈ സങ്കടം വെച്ചാൽ എന്റെ ചെമ്പരത്തിയും കൂടി ചാഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ചെമ്പരത്തി വന്നിട്ടാ. അതെ, അത് തലക്കാലം ഇപ്പൊ വെള്ളം ഊട്ടിനായിട്ട് ഷീറ്റ് വെച്ചാണ്. അപ്പൊ നമ്മളിതാ ഇവിടെ തൂണ് എക്സ്ട്രാ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് വെച്ചാല് നമ്മള് ഇപ്പൊ മഴ ആയകൊണ്ട് അവര് പണിക്കാർ വരാൻ പറഞ്ഞിട്ടുണ്ട്. അവര് മഴ ആയകൊണ്ട് എന്തായാലും മഴ കഴിഞ്ഞിട്ട് അവര് വരില്ല, കുറച്ച് ആച്ച് വന്നാലേ ഇത് തേച്ച് കെട്ടാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അപ്പൊ അതുവരെ നമുക്കൊരു തൽക്കാലം എക്സ്ട്രാ ഒരു തൂണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെ, അതിലിടക്ക് നിങ്ങൾ ചിലപ്പോ അങ്ങോട്ട് പോയാലോ, എന്താ ഇവിടം വരെ ഒരു ഇത് കാണുന്നുണ്ട്, ഇടിയുന്ന ഒരു ലക്ഷണം കാണുന്നുണ്ട്. അതാണ് അതെ. എന്റെ അമ്മത്തിന് ഞാന് കഴിയുന്നില്ല, അമ്മണത്തിന് കഴിയുന്നില്ലേ? എന്നെ പരിപാടി മഴ നോക്കാൻ ഇറങ്ങിയതാ പുറത്ത്. തടുപ്പ് പിടിച്ചിട്ട് ഒന്നും കഴിഞ്ഞില്ലല്ലേ ബാവക്ക്. രാത്രി ഒരു എനച്ചല്ലാനോ, അവന് തണുപ്പ് പിടിച്ചിട്ട് ഒന്ന് അങ്ങനെ മൂക്കടപ്പായ കൊണ്ട് പാല് കുടിക്കാനും കഴിയുന്നില്ല. അതെല്ലോ ഒരു ഇതാണ്. അപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് ഒന്ന് പോവാ. അപ്പൊ അമ്മ ഇടുന്നെല്ലാം ചെടിയെല്ലാം പൊട്ടിക്കുന്നുണ്ട്. അമ്മേ, എന്നാ എന്റെ ചെടീനെ പൊട്ടിക്കുന്ന ഇങ്ങോട്ട് ഓടിഞ്ഞിനി, അതിന് ശേഷം അങ്ങോട്ട് ആക്കാനാണ്, ഞാൻ ഒന്നും കളയില്ല. അപ്പൊ കൊറേ ദിവസങ്ങളായി നമ്മള് യാത്രയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമ്മളെ നാടൻ കറി വെച്ചിനില്ല, പുളിങ്കറി കൂട്ടാൻ വെറിയായി പോയി. അപ്പൊ ഇന്ന് അതെ ദോശക്ക് തേങ്ങാ പച്ചക്കന്തരി. എന്നിട്ട് ഇന്ന് ഒരു കഷ്ണം വെള്ളരിക്കണ്ടേനും അത് ഞാൻ പുളിങ്കറിയാ വെക്കുന്നത്. ഇത് മുന്നിൽ ഇടിഞ്ഞ് കാണിച്ചേട്ടാ. അപ്പൊ നമ്മൾ ഇതിന്റെ മേലെ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ഓടാ നമ്മളെ. നല്ല മഴ പെയ്യുമ്പോ നല്ല ഇവിടെ നമ്മള് പോയി വരുമ്പോ മൊത്തം വെള്ളാണ് അടുക്കളയിൽ തെച്ചു വന്നിട്ട് ഒരു ദിവസം ഇതേനും പണി വൃത്തിയാക്കല് തുടക്കലെല്ലാം മൊത്തം വെള്ളായിട്ട് മഴ പെയ്തിട്ട് മൊത്തം ചോർച്ചയായിപ്പോയി. മേലെ നമ്മള് ടൈൽസിന്റെ ഓടാണ് നമ്മളത്. അപ്പൊ അതുകൊണ്ട് അത് അന്നേരം നല്ല ഉണ്ടേനെ. ഇപ്പൊ പക്ഷേങ്കില് എന്നാണെന്നറിയില്ല, അത് ഓറ് പറയുന്ന വെച്ചാൽ ഇത് കുറച്ച് കുത്തനെ വേണ്ടത് നേരെ ടൈൽസിന്റെ ഓടിട്ടാല് ഇങ്ങനെ നായില്ലാന്ന് പറയുന്ന കാശ് ഇത് ചോരുന്നുണ്ട്.
നല്ല ചോർച്ചയാണ് എടുത്ത് അതേപോലെ എന്തെങ്കിലും നോക്കണം, അത്ര എന്തെങ്കിലും അത് ഒരു ഷീറ്റാറ്റം തൽക്കാലം മേടിച്ചു കൊണ്ടിടുക. വേറെ ഒന്നും പറ്റിയാ അതെ, ഈ മഴ കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് അതിന്റെ അകത്ത് ചെയ്യാൻ കഴിയും. ഇപ്പൊ മഴക്കാലത്തിൽ ഇത് നല്ല ഇല്ല ഇതിന്റെ അകത്ത് ഇതെടുത്ത് വെച്ചാല് മോനി പറയുമ്പോ വാങ്ങിക്കൊണ്ട് തന്നിരുന്നല്ലാണ്ട് ഇതൊന്നും ഇതുവരെ നോക്കിയിട്ടില്ല. ഇതിലിങ്ങനെ പൊത്തി വെച്ചാല് മൂടിട്ടിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് നല്ല ചാക്കരിയാണെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് 1.5 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് വറുത്താല് നല്ല പതമുള്ള ചോറായിട്ട്. പിന്നെ മഴക്കാലത്തിലാണ് ഇത് മെയിൻ ഉപകാരം വെച്ചാല് ചൂടുണ്ടാവും. അതാണ് ഏത് നമുക്ക് ചോറെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ആദ്യം ഇതിന്റെ അകത്ത് ഇങ്ങനെ പൊത്തി വെച്ച വൈകിട്ട് രാത്രിത്തേക്ക്. പക്ഷെ നമുക്കൊരു പണിയൊരുങ്ങിയ പോലെയാ, കത്തിക്കണ്ട ജോള് പോയിട്ട് അടുപ്പ് കത്തിച്ചു കൊടുക്കണ്ട. അതെ, അടുപ്പത്ത് വെന്ത് നമ്മൾ എന്തെങ്കിലും പണിക്ക് പോയാൽ ചിലപ്പോ നേരായിട്ട് വെന്ത് പായസമായി പോകും. നമ്മള് മയ്യൽ സോറി ബുക്കളെല്ലാം വാങ്ങാൻ 2 മാസമായിട്ട് എടുത്തിട്ടില്ലേ? 2 മാസമായിട്ടില്ലേ? ഞാൻ ചോദിച്ചു എവിടെയാ 3 കളിപ്പാട്ടം വാങ്ങാൻ മറന്നുപോയി. കളിപ്പാട്ടെല്ലാം മതിയാക്കി നമ്മള് ഒരു ബുക്ക് മേടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മള് കുറച്ച് ബാഗും കാര്യങ്ങളെല്ലാം കൊടിയും കാര്യങ്ങളെല്ലാം അധികം മേടിക്കുന്നുണ്ട് സ്കൂളിൽ കൊടുക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ അന്നേരം നമ്മൾ വീഡിയോ കാണിച്ചിട്ടില്ല. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മള് മേടിക്കുന്ന സ്ഥലം ഒന്ന് കാണിക്കാൻ വെച്ചിട്ടാണ്. അവർക്ക് വരെയൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അവർക്കും എല്ലാവർക്കും കൂടി ഒരുമിച്ചിട്ട് എടുക്കാം. സ്കൂളിൽ പോകുന്ന പോലെ ഇനിയിപ്പോ ബുക്ക് വാങ്ങാൻ പോകുന്ന പറയുമ്പോ ഭയങ്കര ഇതായിട്ട് നമുക്കും കൊണ്ട് അങ്ങനെ തന്നെയാണ്. സ്കൂള് തുടങ്ങുന്ന ഈ മേടിക്കാനുള്ള ഈ വേഗം പുതിയതെല്ലാം മേടിക്കുമ്പോഴുള്ള ഒരു ഇതല്ലേ, ഭയങ്കര സന്തോഷമാണ്. പിന്നെ പോവാൻ വലിയ മൂടൊന്നുമില്ലെങ്കിലും ഇതെല്ലാം എടുക്കുന്നത് ഭയങ്കര താല്പര്യമായിരിക്കും. +2 നമ്മൾ പറയൂ. +1 അല്ലേ, കൊമേഴ്സ് ആണ് കേട്ടാ. കൊമേഴ്സിനെ കൊടുത്തിട്ടുള്ളത് കമ്പ്യൂട്ടർ, മറ്റേത് മാത്സ്. ശ്രീമായ വെലുമി വന്നിട്ടുണ്ട്. ഹായ്, ബാഗ് എടുക്കണ്ടേ? പിന്നെ എൻ്റെ ഒരു ചങ്ങായി ഉണ്ട് ബാഗ് മൈലിട ആരുടെ വാങ്ങാൻ ഷംല സ്കൂളർക്ക് ഇതിനെ തലേന്നായോണ്ട് നല്ല തിരക്കാട്ടാ. ഫുള്ള് ആൾക്കാരാണ്, ടൗണിലെല്ലാം ആൾക്കാരുണ്ട്. കുട്ടികൾ തന്നെയാണ് ബാഗ് എടുക്കാനും പരിപാടിക്കുള്ളതായിട്ട്. വേഗം നോക്കിക്കോട്ടെ, നമുക്ക് വേഗം പോകാല. അവര് സെലക്ട് ചെയ്യും, നമുക്കുള്ളത് ഞാൻ സെലക്ട് ചെയ്യണം. ബാക്കിയുള്ള എല്ലാവർക്കും ഒരുപോലെ തരുന്നത് കയറാൻ. ഇവർക്ക് പിന്നെ പഞ്ചല്ല, ഇവർ ഓരോ തരത്തിലുള്ള. അതിനോട്ടേക്ക് ഇപ്പൊ എടുക്കുന്നുണ്ട് ബാഗ്. പിന്നെ എനിക്ക് വേഗം ഞാനിങ്ങനെ നിനക്ക് പണ്ടത്തെ കൊട്ടി എടുത്തിട്ട് ഇങ്ങനെ മടങ്ങിയ കൊട്ടിയില്ല, അതിന്റെ വെച്ച് പോയത് വെറൈറ്റി ആയിട്ടല്ലടാ. അതന്നെ ഇതുപോലത്തേലും മതി. പണ്ട് നമ്മൾ അയ്യൂശാന്റെ സഞ്ചിയില്ലേ, വീട്ടിൽ കൊണ്ടുവന്ന സഞ്ചിയിലാണ് ബുക്ക് ഇട്ടുകൊണ്ട് പോകുന്നത്. ഒരു എലാസ്റ്റിക് റബ്ബറിന്റെ അത് മേലെ ഇങ്ങനെ കൊളത്തി വെച്ചിട്ട് അതിന്റെ മേലെ ചോറ്റ് പാത്രം ഇത്ര നീളമുള്ള കൊടി എടുത്തിട്ട് ഇപ്പൊ അടുത്താളെ കണ്ണിൽ കുത്തി ഇങ്ങനെ പിടിക്കും. അങ്ങനെ വെച്ച് പിടിക്കാൻ ബുക്ക് ഇങ്ങനെ 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 പിടിച്ചിട്ടുണ്ട്. ചോറ്റ് പാത്രം അതുണ്ടാവും നെരുങ്ങി നെരുങ്ങി പോന്ന്. ശ്രീമായ 5ാം ക്ലാസ്സിലായി, കുറച്ചധികം പുസ്തകം ഉണ്ട്. അതുകൊണ്ട് കുറച്ച് വലിയ വേഗം വാങ്ങിക്കോന്നാ ഞാൻ അവളോട് പറയുന്നത്. ഈ 4ാം ക്ലാസ് എത്തിയടാ മോനെ പുതിയ മോളിലേക്ക് ഇതിന്റെ തൊപ്പി ഇതല്ല, ഈ കൊടക്ക് കവറ്. ഇതൊക്കെ ഐസ്ക്രീം പോലത്തെ കൊറേ ബാഗുണ്ട്. ഓക്ക് ഇഷ്ടം വന്ന വട ഈ ഒരു ബാഗ് എടുത്ത് കൈ പിടിച്ചിട്ടൊന്നും ഇത് മതി. ചുരിദാറിന് മെച്ചായിട്ടാണ് ഓള് ബാഗ് വാങ്ങിയത്. പിങ്ക് അവരവരെ കുപ്പായത്തിനനുസരിച്ചിട്ട് എടുക്കുന്നേട്ടാ. മറ്റു ബാഗെല്ലാം ഇതുപോലത്തെ ഒരുപോലെ തന്നെ എടുക്കാം കേട്ടോ. ഇതിന്റെ കളർ മാറ്റായിട്ട് അങ്ങനെ ഇതിന്റെ കളർ മാറ്റം എന്തെല്ലോ കളറുണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും സ്റ്റീലിന്റെ വാട്ടർ ബോട്ടിലാണ് എടുക്കുന്നത്, പ്ലാസ്റ്റിക്കിന്റെ എടുക്കുന്നില്ല. ബാഗെല്ലാം വാങ്ങി ഇനി കുറച്ച് കൊട എടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് പറഞ്ഞാൽ കുട പണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും എടുക്കണം. അതുപോലെ കുറച്ചധികം കുട നമ്മൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇടുന്ന നമ്മളെ വീടിൻ്റെ ഇപ്പുറത്ത് തന്നെയുള്ള പ്രജീഷാട്ടിൻ്റെ വീട്ടിലാണ് പോകുന്നത്. പ്രജീഷാട്ടിന് ഇന്നാൾ നമ്മൾ വീഡിയോ കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ജിഷേൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ആലക്കോട്ടിലെ ജിഷേൻ്റെ വീട്ടിൽ പോയി കാണിച്ചിരുന്നു. അങ്ങനെ കുറേ കാണിച്ചിരുന്നു. അപ്പോൾ ഇന്ന് പോകുന്നത് വെച്ചാൽ കുറച്ച് അധികം മേടിക്കുന്നതുകൊണ്ട് അവർക്ക് കുട അവർ കൊടുക്കുന്നതാണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് പിന്നെ അമ്മേൻ്റെ ചങ്ങായിൻ്റെ മോനാണ്, എൻ്റെ ഒരു ഫ്രണ്ടുള്ളതാണ്. അപ്പോൾ ഇന്നലെ വിളിച്ചിട്ടുണ്ടേനും കൊട ഉണ്ടാക്കിയത്. മഴക്കാലമല്ലേ, അത് സീസൺ ആയതുകൊണ്ട് ഉണ്ടാക്കിയത് ഉണ്ടോയെന്ന് അറിയാത്തതുകൊണ്ട് ഇന്നലെ വിളിച്ചിട്ടേനും. അന്നേരം പറഞ്ഞ് ആ വന്നോ കുറച്ച് ഉണ്ടാക്കിയത് ഉണ്ട് എന്ന് പറഞ്ഞ്. കിട്ടിയില്ലേ എന്തല്ല നമ്മള് കണ്ണൂരെ പരിപാടിക്ക് വേണ്ടിട്ട് പോകണല്ലേ.
ഉണ്ടല്ലോ വിശേഷം. ഇങ്ങനെ ക്ലോസ് ചെയ്യില്ല മുകളിലാകാം. ഓ ഇങ്ങനെ ക്ലോസ് ആയിട്ട് എടുക്കണ്ടെന്ന് പറയുന്നത് കേട്ടാ. ഷേവ് ചെയ്തിട്ടില്ല പറഞ്ഞല്ലേ വിളിക്കുമ്പോ. അത് സാറില്ലപ്പാ, അങ്ങനെയൊന്നും ഇല്ലപ്പാ. അവിടുത്തെ അമ്മയില്ലാത്തുണ്ട്. അമ്മേ ചങ്ങായി വന്നിട്ടാ എന്തല്ല? ഇല്ലില്ല അമ്മ വന്നിട്ടില്ല. അമ്മ വന്നിട്ടില്ല. കുട്ടി ഉണ്ടാടാ, ഓളും കുട്ടികളിലും ചെറിയൊരു തണുപ്പിന്റെ മാതിരി. എന്താണ് ഇവരിങ്ങളോ? കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നമ്മൾ പാട്ടെല്ലാം മടിയല്ലേ? പാട്ടെല്ലാം ഈ പ്രാവശ്യം. എന്നിട്ട് വേറെ വിശേഷങ്ങളെല്ലാം അമ്മ അമ്മേനെ പറ്റിയുള്ള വിശേഷങ്ങൾ ചോദിക്കലാണ് വന്നപാട്. ഇവര് പണ്ടേ ഭയങ്കര ചങ്കും വരും. ഞാൻ എന്താ ഇപ്പൊ എത്തിയപാടാ. വരുന്ന ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരാം. അമ്മയോട് ചോദിച്ചു പറഞ്ഞേ. ജിഷാനും കൂടി ഒന്ന് വിളിച്ചു കേട്ടാ ഇവിടെ വന്നേരോ. ആലക്കോട് അന്ന് വിടും. നമ്മള് മുമ്പ് പോയിട്ടും മില്ലിനടിച്ച സമയത്തെല്ലാം നമ്മൾ ഓരോ വീട്ടിൽ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രജീഷാട്ടിനാക്കുന്ന കൊടിയാട്ടോ. ഇടുന്ന ഇവരെല്ലാവരും പങ്ങളും പ്രജീഷാട്ടിലും കൂടി ഒരുമിച്ചാക്കുന്ന കൊടിയാണിത്. നമ്മൾ മുമ്പ് വന്നേരം ഈ കൊട ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് ഇപ്രാവശ്യം കുറെ വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. സ്പൈഡർമാൻ്റെല്ലാം ഇതെല്ലാം കുറെ ഉണ്ടാ സ്പൈഡർമാൻ്റെല്ലാം ഏകദേശം കഴിഞ്ഞു. ഓർഡർ അനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഇടുന്ന ഇവര് ഉണ്ടാക്കും. ആ കാലം കൂടാ നമ്മള് പറഞ്ഞ സ്ഥലത്തെ സ്കൂളിൽ നമ്മൾ ഇങ്ങനെ കൊടയും കൂടി കൊടുക്കണ്ടേ. അപ്പൊ നോക്കുമ്പോഴേക്ക് അവർക്ക് പഞ്ചായത്തിനടുത്ത് കുട കിട്ടുന്നുണ്ടായിരുന്നു, ബഡ്സ് സ്കൂളിൻ്റെ. അപ്പൊ അവര് നമ്മളെന്താക്കി വെച്ചാൽ ഫുഡാക്കി നമുക്ക് കുട ഒരു ആവറേജ് എടുക്കാം നമുക്ക് വേണ്ട. അപ്പൊ ബ്രിട്ടീഷ് ഇതെല്ലാം കുറെ കൊട ഉണ്ടല്ലോ. നമ്മൾ ഏച്ചി ഉണ്ടാക്കുന്നത്. നമ്മൾ മൂന്നാളുണ്ട് അവരെന്നെ നാട്ടാക്കി കൊട ആക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് വീഡിയോ ഇട്ട സമയത്തും കുറേ പേര് കുട മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും കൊട ഇപ്പോൾ മഴയല്ലേ, അപ്പോൾ കുട ആവശ്യം തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുന്ന നമ്പറും കാര്യങ്ങളും ഞാൻ കൊടുക്കാം അല്ലേ? ഉണ്ടാവില്ലേ കുറെ? നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഉണ്ടാക്കിയത് ഏകദേശം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കുറേ കളറ് ഇത് തന്നെ ഉണ്ട് കേട്ടോ. കളറായിട്ടും എല്ലാം മോഡലായിട്ടുണ്ട്. നമ്പർ എന്തായാലും വീഡിയോ കൊടുക്കുക, ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടോ. അപ്പോൾ ചേട്ടനാ നമുക്ക് ഒരുപോലത്തെ കൊടിയേര് നല്ലത് കേട്ടോ. ഒരുപോലത്തെ ആക്കുമ്പോൾ പറഞ്ഞ വലിയ കൊടുക്കുന്ന കാര്യമെല്ലാം നമുക്ക് ഒരുപോലത്തെ എടുക്കാൻ തോന്നും അല്ലേ? അതുപോലെ തന്നെ ഏതെങ്കിലും ജില്ലയിൽ അവരെല്ലാം അതായത് സ്ഥലത്ത് ഇതുപോലെ അങ്ങനെ കുട വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇടയിൽ കമന്റ് ചെയ്താൽ അവർക്കെല്ലാം മേടിക്കാൻ സൗകര്യം കേട്ടോ. ഒന്ന് കമന്റ് ചെയ്ത് അപ്പോൾ നമ്മളെ ജിഷ ഇപ്പം വിളിച്ച് ഓളവിടെ ആക്കലുണ്ട് പറഞ്ഞ്. ജിഷ ഓക്കെ അല്ലേ? ഓ സന്തോഷം ഒരുപാട്. അത് കൂടാണ്ട് ഇതുപോലെ പേനയുണ്ട് കേട്ടോ. പേന പക്ഷെ തീർന്നു പറഞ്ഞല്ലേ? പേന ഇല്ല, ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൊണ്ടുപോയി. അപ്പൊ നമുക്ക് അങ്ങനെ കൂടുതൽ കിട്ടാനില്ല, പക്ഷെ നമ്മൾ പിന്നെ വന്നിട്ട് എടുത്തോളാം. ഒരു കരോക്കെ ഗാനമുള്ള ട്രൂപ്പ് ഉണ്ട്, ഫ്ലൈ മ്യൂസിക്. നമ്മള് ഒരു 10-70 സ്റ്റേജിൽ പാടി കോൺഗ്രസ് പോയിട്ടുണ്ടായിരുന്നു. അടിപൊളി പാട്ടാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പാടിയിട്ടുണ്ട്. പോയി വിളിച്ചാൽ പോകും. അപ്പോൾ കരോക്കേന്റെ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ വിളിച്ചപ്പോൾ നിങ്ങൾ കുറെ ആൾക്കാരുണ്ടാ? 6 ആൾ കൂടിയിട്ട് എല്ലാവരും കൂടി ഇതിനെ പറ്റി പാട്ട് പോകും കേട്ടോ. അപ്പോൾ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനും കോൺടാക്ട് ചെയ്യട്ടോ. ഇറങ്ങട്ടെ എന്നാലേ. ഞാൻ ഒരു സമയം കൂടി വരാം. പോട്ടെ എന്നാലേ. അപ്പൊ രാവിലെ ഇവര് ബാഗ് കൂട സ്കൂൾ സാമഗ്രികളെല്ലാം മേടിക്കാൻ പോയിന്. അപ്പൊ വരുമ്പോക്ക് നമ്മളിടുന്ന് ചോറുന്നു അല്ലമ്മേ. 2 മണിയായിട്ട് 1 മണി എത്തണ്ടേ? അതുകൊണ്ട് പിന്നെ രാവിലെ തന്നെ ഇന്നൊരു പുളിങ്കറി വെച്ചിന് മോളെ. 2-3 ഉണക്കും ഉള്ളേരും മറവും കറവൊന്നും ആക്കില്ല. അതും കൂട്ടിട്ട് ഓരോ ഒരു പുള്ളുന്ന ചോറ് എല്ലാവർക്കും ആക്കി വളരെ പുളിങ്കറിയാക്കി മുട്ട ഓംലേറ്റും ആക്കി ഞാനും ശ്രീരാഗും കൂടി അരച്ചു വെച്ച് നമ്മള് ഹോസ്പിറ്റലിൽ കുട്ടിയെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. കുട്ടിക്ക് തണുപ്പ് പിടിച്ച് 2-3 ദിവസമായി. അതുകൊണ്ട് ഒരിക്കൽ കാണിച്ചിട്ട് വരും. ഡോക്ടറോട് പിന്നെ ഇത് കൊടുക്കണ്ടേ ചോദിക്കണം, പോളിയോ കൊടുക്കണ്ടേ തണുപ്പ് പിടിച്ചതുകൊണ്ട്. നീ വരുന്നുണ്ടാ? ഓർത്തിന്റെ ബാക്കി എത്രേ ഉള്ളൂ? എല്ലാരും നിങ്ങൾ കുപ്പി പാന്റിലേന് എനിക്ക് കുപ്പി പാന്റ് മേടിക്കണ്ടേ. ബാഗ് കാണിച്ചു കഴിഞ്ഞാൽ കുപ്പിയാണ്. ഇനി ഇങ്ങനത്തെ പാന്റ് എനിക്ക് മേടിക്കണ്ടേ. കാലം മാറുന്നതിന് ഇലയും അല്ല പിന്നെ മനുഷ്യ ജീവിതം ഒരിക്കേ ഉള്ളൂ. അതങ്ങ് ലാവിഷായി ജീവിക്കുക. അങ്ങനെയാണ് ആരോ പറഞ്ഞു പോലും. പണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോയില്ലേ ലേഖച്ച് വരൂ സാരി മാത്രം ഏടെ പോട്ട് സാരിയാണ് അമ്മേനെ പോലെ. ചൂടാറായി. ഇനി ഷർട്ടല്ലായില്ലേ പൊളിച്ചില്ലേ? നമുക്ക് കുട്ടീനെ എടുക്കേ പോയി കാണിച്ചിട്ടാ കുപ്പാലെടുപ്പിച്ച് നിർത്തിച്ചിന്. മാസ്ക് മേടിക്കണം. പോന്നെ എനിക്ക് 1.5 മണിക്ക് എടുക്കാനൊന്നും എന്നെ വിടുന്നില്ല. അപ്പൊക്കെല്ലാം ആളെത്തിനെ.
അന്വേഷിച്ച് പൊന്നുണ്ടാ ഇത് മഴ പറയുന്നില്ല ഉറങ്ങിക്കോട്ടെ. അങ്ങനെ ആ ചൂടന്നെ പിടിച്ച് ഉറങ്ങിക്കോളും കുറേ സമയം. അവിടെ പോയി ആപ്പത്തിൽ കാണിച്ചിട്ട് വേട്ടാ ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ഓ വരില്ല. ഇങ്ങനെ അവള് റിവേഴ്സിലിട്ടിട്ട് അല്ല ഫസ്റ്റിലിട്ടിട്ട് എടുക്കുക കേട്ടാ. മറന്നുവല്ല പെട്ടെന്ന് കയറിയപ്പാട് നിമ്പ്രണം കിട്ടൂല. അതുകൊണ്ട് ഞാൻ എനക്കൊരു ദിവസം പവനൂര് ഇങ്ങനെ റൗണ്ട് അടിക്കും. പോന്താറുമ്പ് റോഡ് സൂപ്പർ റോഡല്ലേ. അല്ല എന്നാലും ആ പേടി മാറിയിനി. ഇപ്പൊ ഒന്നും കൂടി ആ പോന്താറുമ്പ് റോഡ് നല്ല റോഡാണ്. ഒന്ന് പോയിട്ട് വരണുണ്ട്. നമുക്ക് പോട്ടെ എന്നാലേ. പോളിയോ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ചെറിയ ജലദോഷത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഭയങ്കര ഇൻഫെക്ഷൻ ഉണ്ട്, ആന്റിബയോട്ടിക് ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട. കാരണം ജലദോഷം ചിലപ്പോൾ കുറേ നാളുണ്ടാവും. പോകുന്ന സമയത്ത് തീറ്റീന്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ആ സമയം വേസ്റ്റ് ആക്കില്ല. കാരണം വെച്ചാൽ പോകുന്ന സമയത്ത് ചോറ് നിലയിലും വരുന്ന സമയത്ത് ചായ കുടിക്കാനാണ്. തീറ്റി ഫസ്റ്റ് ഇഞ്ചക്ഷൻ വെച്ചേട്ടാ വാവക്ക്. ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല, ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. രാത്രി ശിവരാത്രി ചായ കൊണ്ടിരുന്നുണ്ട്. നിങ്ങൾക്ക് ചായ കൊണ്ട് നിങ്ങൾ വരുന്ന അറിയില്ലല്ലോ. നിങ്ങൾ വിളിച്ചിട്ടല്ല. അപ്പൊ പുതിയ വിശേഷമായിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും വേദനയോടെ നോക്കുന്നത് തൊടാട്ടാണ്ട് കുടിച്ചോണ്ട് ഇങ്ങനെ